അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ മലബാറുകാർ ഒരുപടി മുന്നിക്കാണ്. പണ്ടാരോ പറഞ്ഞ മാതിരി ഇവിടെ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരല്ല, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും. എൻ്റെ മനസ്സിൽ ഇക്കാര്യത്തിൽ ഒരുപടി സ്ഥാനം മുമ്പിൽ കോഴിക്കോട്ടുകാർക്കാണ്. നല്ല ബിരിയാണീൻ്റെ കാറ്റും കോഴിക്കോടുകാരുടെ സ്വയം അഹങ്കാരമായ ഐശ്വര്യതയും അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത അടിപൊളി പലഹാരങ്ങൾ തരുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോട്. എസ് എം മലപ്പുറക്കാരി ഞാനെന്തിനാ കോഴിക്കോടിൽ ഇങ്ങനെ പൊക്കുന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടോ. ഞാനൊരു 9th പഠിക്കുന്ന സമയത്ത് എനിക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ എന്ന് പോവുകയാണെങ്കിലും ഒരേ സാധനം വാങ്ങും. ഒരു ദിവസം ചില്ലുക്കുട്ടിൽ തേണ്ടേ ഇതുപോലൊരു സാധനം, അതൊരു കൗതുകത്തിൻ്റെ പേരിൽ വാങ്ങിയതാണെങ്കിലും അന്ന് അതിലുണ്ടായിരുന്ന കുരുമുളകായിരുന്നു സ്റ്റാർ. എനിക്കതങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളങ്ങോട്ട് പരീക്ഷിച്ചു, വിജയിച്ചു. പിന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, മുട്ട അപ്പാടെ അതിലേക്ക് ഒഴിക്കാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ആവും. കുഞ്ഞു പോലത്തെ എന്തോ സാധനം അടച്ചിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് മര്യാദ. പിന്നെ ഒന്ന് മുട്ട മാറ്റി കൊടുക്കണം. അപ്പോൾ മുട്ട ബൗളിലേക്ക് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിലോട്ട് ഇടാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിൽ. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ മാതിരി ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് ഓരോന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയില്ലേ. ഈ അൺഎക്സ്പെക്റ്റഡിന് കുറച്ച് ഭംഗി കൂടുതലാണെന്ന് തെളിയിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.